പത്തനംതിട്ടയിലേക്ക് പോകാം. തിരുവല്ലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. മഴ തുടരുന്നതിനാൽ വെള്ളം ഇറങ്ങാൻ ഇനിയും ദിവസങ്ങളെടുക്കും. മാർട്ടിൻ ജോസഫ് വിശദാംശങ്ങളുമായി. മാർട്ടിൻ, ഏത് ഭാഗത്താണ് ഇപ്പോഴുള്ളത്? മഴ തുടരുന്നുണ്ടതുകൊണ്ട് വെള്ളക്കെട്ട് വേഗത്തിൽ ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്ക് എത്ര കണ്ട് ദുരിതമുണ്ടാക്കുന്നുണ്ട്? ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ മാറിയിട്ടുണ്ടോ പൂർണ്ണമായും? ഇപ്പോൾ പത്തനംതിട്ട പ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ ഏതാണ്ടൊക്കെ വീടുകളിലേക്ക് തിരികെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതെല്ലാം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകൾ തിരികെ വീട്ടിലേക്ക് എത്തുകയും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും വെള്ളം നിൽക്കുന്നത് തിരുവല്ല ഭാഗത്താണ്. തിരുവല്ലയിലെ പെരിങ്ങര പഞ്ചായത്ത്, കടപ്പുറ പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായും വെള്ളമുള്ളത്. ഈ പ്രദേശങ്ങളിലെ വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളൊരു ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇന്നലെ മുതൽ രാത്രിയൊക്കെ പത്തനംതിട്ടയിൽ മഴ പെയ്തിരുന്നു. നിർത്താതെ പല സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നതും ആശങ്കയുണർത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ മറ്റൊരു കാര്യം, നദിയിലെ ജലനിരപ്പ് കാര്യമായി ഉയരുന്നില്ല എന്നതും ഡാമുകളിലെ വെള്ളം ഉയരുന്നില്ല എന്നുള്ളതും ഷട്ടറുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നത് ഓറഞ്ച് അലേർട്ടായിരുന്നു. അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായൊരു ആശ്വാസം എന്നൊരു നിലയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ പത്തനംതിട്ട, കോന്നി, റാന്നി മേഖലകളിലൊക്കെ മഴ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഒരു മഴയ്ക്കുള്ള സാധ്യതയും ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലോട്ടുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രവചനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നീട് നമ്മൾ പടിഞ്ഞാറൻ മേഖലയിലോട്ട് ചെല്ലുമ്പോൾ, അതായത് അപ്പർ കുട്ടനാടൻ മേഖലയിലോട്ട് ചെല്ലുമ്പോഴത്തേനും ഞാൻ മുൻപ് പറഞ്ഞ പഞ്ചായത്തുകളിൽ തീർച്ചയായിട്ടും ഇപ്പോഴും വെള്ളം നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സാഹചര്യം. ഇപ്പോൾ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങാൻ ഇനിയും വൈകും എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു കാര്യം. കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം അപ്പർ കുട്ടനാടൻ മേഖലകളാണ്, വലിയ പാടശേഖരങ്ങൾ നിറഞ്ഞൊരു മേഖലയാണ്. ഈ മേഖലകളിലെല്ലാം വെള്ളം നിറഞ്ഞു നിന്നാൽ ഇനിയും അത് ഇറങ്ങാൻ ദിവസങ്ങളെടുക്കും. പത്തനംതിട്ടയിലെയും സ്ഥിതി ദയനീയവും ദുരിതമയവുമാണ്. ഇപ്പോഴും വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. ഒപ്പം മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളാണ് മാർട്ടിൻ ജോസഫ് നൽകിയത്.